പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നീനു ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ മീനു രക്ഷപ്പെടുന്നത്. മാത്രവുമല്ല, നാരായണനെ അവിടെ നിന്ന് മീനു രക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇതിനു പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള പറയുകയും ചെയ്യുന്ന മീനുവിനോട് എന്തൊക്കെ സംഭവിച്ചാലും മീനുവിൻ്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മീനുവിന് നാരായണൻ. എന്തായാലും സത്യം തെളിയണം, അതും എത്രയും പെട്ടെന്ന് തന്നെ. ഇത് എൻ്റെ കൂടി ആവശ്യമാണ്. മീനുവിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്തുകൊണ്ട് നാരായണൻ മുന്നിലേക്ക് പോവുകയാണ്. ഇതിനിടയിലാണ് പദ്ധതികൾ പാളിപ്പോയി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത്. മീനുവിൻ്റെ ശത്രുക്കൾ ഇതോടെ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവർ മുന്നിലേക്ക് പോകുന്നു. ഇതേസമയം തിരികെ മീനു വീട്ടിലെത്തിയതിനെ തുടർന്ന് പാർവതി മീനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനു, നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ശത്രുക്കൾ അധികം വൈകാതെ തന്നെ എൻ്റെ മുന്നിലേക്ക് കടന്നു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാര്യം മീനു പറഞ്ഞതിനെ തുടർന്ന് പാർവതിയാകെ ഞെട്ടിപ്പോവുകയാണ്. തൽക്കാലത്തേക്ക് നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത്, എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ ശരിയാകും എന്നും നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് ആരുണ്ട്, ഈ കാര്യം കൂടി നീ ചിന്തിക്കണമെന്ന് അറിയിക്കുന്ന മീനുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് മീനുവിനെ തടയുന്നതിനായി ശ്രമിക്കുന്നു. പക്ഷേ മീനു ആകട്ടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇനി താൻ പിറകോട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, നമ്മളെ ഉപദ്രവിക്കുന്നതിൻ്റെ പരമാവധി അവർ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? പേടിച്ചിട്ട് എന്ത് ഉപകാരമാണ് നമുക്കുള്ളത്? നമ്മൾ പോരാടേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇനിയും പേടിച്ച് ഒളിച്ചിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് അറിയിക്കുന്ന മീനു അതുകൊണ്ട് തന്നെ ഇനിയാണ് പുതിയ തുടക്കം എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം പാർവതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പാർവതി വന്ന് നിൽക്കുകയാണ്. ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ബെന്നിച്ചൻ മുന്നിലേക്ക് പോകുന്നത്. താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ബെന്നിച്ചൻ നിർബന്ധിതനാവുകയും സുഹാസിനിക്ക് ഇതേ തുടർന്ന് പുതിയ നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. ബെന്നിച്ചൻ തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് പാർവതിയുടെ ചതി പുറത്തു വരികയാണ്. ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പാർവതി ബെന്നിച്ചനെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നതിനും കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കണം എന്ന് അപേക്ഷിക്കുന്നതിനും ശ്രമിക്കുന്നു. പക്ഷേ ഇനി കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ബെന്നിച്ചൻ ഇത് അത്യാവശ്യമായ കാര്യമായി പോയി. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയില്ല പാർവതി എന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ പാർവതി സത്യങ്ങളെല്ലാം പുറത്തു വരും എന്ന് മനസ്സിലാക്കുകയും ബെന്നിച്ചനെ എങ്ങനെയാണ് തടയുക എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് സുഹാസിനിയെ ഞെട്ടിച്ചുകൊണ്ട് ബെന്നിച്ചൻ ആ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സുഹാസിനിയുടെ സംശയം ശരി തന്നെയാണ്. അന്ന് നമ്മൾ കൊല്ലുന്നതിനായി കൊടുത്തയച്ച കുഞ്ഞിനെ കൊന്നിട്ടില്ല, ആ കുഞ്ഞിനെ വളർത്തുകയാണ് പകരം അവർ ചെയ്തത്. ഇപ്പോൾ ആ കുഞ്ഞാകട്ടെ വളർന്ന് വലുതായി വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന സുഹാസിനി ആ പെൺകുട്ടി എവിടെയാണ് ഉള്ളത്?
ആ കാര്യം എനിക്കറിയണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ കുട്ടി ഇവിടെ തന്നെയുണ്ട്. സുഹാസിനിയുടെ മൂക്കിന് താഴെ തന്നെ. ഇത് കേൾക്കുന്ന സുഹാസിനി ഒന്ന് ഞെട്ടിപ്പോവുകയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സുഹാസിനി വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ബെന്നിച്ചൻ ആ പെൺകുട്ടി മറ്റാരുമല്ല മീനു തന്നെയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സത്യങ്ങൾ അറിഞ്ഞത് സുഹാസിനിയെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.